Hi all, welcome back to X and Y Learning. So നമ്മൾ ഓൺ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പാർട്ട് 1 പോയി കാണാം. അതിനുശേഷമുള്ള ഒരു പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത്. സോ പാർട്ട് 2 നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്ട്. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻസിലേക്ക് അപ്പം പോകാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോയി നോക്കാം. സോ ഇതും മാർവൽ ഇൻ ടു ദ മാഗ്നറ്റിക് റെലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു ഫ്രിഡ്ജ് തന്നിട്ടുണ്ട്, റെഫ്രിജറേറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിലും നമുക്ക് അതിന്റെ മാഗ്നറ്റ് കാണാൻ പറ്റും അല്ലേ. അതെന്തിനാണ് മാഗ്നറ്റ്? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. റൈറ്റ് എ സിറ്റുവേഷൻ വേർ ദ മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്. ഈ റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിൽ നമ്മൾ എന്തിനാണ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ഡോറിന്റെ ഈ ഒരു സൈഡിന് ഡോർ കറക്റ്റ് ആയിട്ട് അടച്ചു വെക്കാനും അതിന്റെ ഫ്രീക്വന്റ് യൂസേജിൽ അത് നമ്മൾ എപ്പോഴും തുറന്നു നോക്കൂലേ. നമ്മൾ ഫ്രിഡ്ജ് എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴും തുറന്നു നോക്കുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജിലെ. നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണതാണ് എന്ത് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിഡ്ജിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിന്റെ അകത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മളൊരു സാധാരണ ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോക്കാണ് സെറ്റ് ചെയ്യുന്നെങ്കിലോ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും അല്ലേ. അത് ഒരുപാട് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കേടുപാടുകളൊക്കെ അതിന് വരും അല്ലെ. അപ്പം ആ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും തുറന്നു നോക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാഗ്നറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സർട്ടൻ മാഗ്നറ്റ്സ് ആണ് എന്ത് ചെയ്യുക ഇവിടെ യൂസ് ചെയ്യുക. അപ്പൊ എവിടെയാണ് ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ദ ഡോർ. ഓപ്പൺ ആൻഡ് ക്ലോസ് ദ ഡോർ. റെഫ്രിജറേറ്ററിന്റെ ഡോറ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി റൈറ്റ് അനദർ സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് വേർ മാഗ്നറ്റ് ഈസ് യൂസ്ഡ്. വേറെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ നോർമലി മാഗ്നറ്റ്സ് ഒക്കെ നമ്മൾ കാണാൻ പറ്റുന്നത്? നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് എഴുതാൻ പറ്റും. നമ്മുടെ ലൗഡ് സ്പീക്കർ, നമ്മുടെ വീടുകളിലൊക്കെ ലൗഡ് സ്പീക്കർ ഉണ്ടെങ്കിൽ ലൗഡ് സ്പീക്കറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റ് ആണ്. അതുപോലെ തന്നെ റേഡിയോ, നമ്മുടെ വീട്ടിലെ റേഡിയോ ഉണ്ടെങ്കിൽ അതിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോയ് കാർസുകൾ അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ടോയ് കാർസ് ഉണ്ടാവും അല്ലെങ്കിൽ RC കാർസ് ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, മാഗ്നറ്റ് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, നമ്മൾ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എഴുതി വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ C പാർട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദ ഗിവൺ ടേബിൾ. ഈ ടേബിളിനെ കുറിച്ചാണ് പറഞ്ഞത്. ചൂസ് ദ കറക്റ്റ് പിക്ചർ ആൻഡ് നെയിം ഓഫ് ദ മാഗ്നറ്റ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. അതായത് കുറച്ച് മാഗ്നറ്റ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്ക് മാഗ്നറ്റും അതുപോലെ തന്നെ നമ്മൾ പാർട്ട് 1 ഡിസ്ക് മാഗ്നറ്റിനെ കുറിച്ചും യു ഷേപ്ഡ് മാഗ്നറ്റും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് മാഗ്നറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷേപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ഏത് കോളം ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മാഗ്നറ്റിക് ബാർ എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? മാഗ്നറ്റിക് ബാർ അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ബാർ മാഗ്നറ്റ് ഏതാണ്? ഇതല്ലേ ബാർ മാഗ്നറ്റ്. അപ്പോൾ ഇത് റോങ് ആയിട്ടല്ല മാർക്ക് ചെയ്തിട്ടുള്ളത് ആണല്ലോ, ശരിയാണ്. ഇനി നമുക്ക് മാഗ്നറ്റിക് നീഡിലിന്റെ ഷേപ്പ് അല്ലേ ഇത് അല്ലെ, മാഗ്നറ്റിക് നീഡിലിന്റെ ഷേപ്പാണ് ഇത്. അപ്പൊ മാഗ്നറ്റിക് നീഡിലും റോങ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? ഒരു റിംഗ് മാഗ്നറ്റ് ആണ് അല്ലെ. ഇത് ഒരു റിംഗ് മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് റിംഗ് ആണ്. അപ്പൊ മാഗ്നറ്റിക് റിംഗ് ആണല്ലോ ഇത് അല്ലെ. റിംഗ് മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് റിംഗ് ആണ് അവിടെ തന്നിട്ടുള്ളത്. സോ ഇത് എന്താണ്, തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മാഗ്നറ്റിക് ഡിസ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാഗ്നറ്റിക് ഡിസ്ക് ആണ് എന്ത് ഈ ഒരു ഡിസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക് മാഗ്നറ്റ് എന്ന് വിളിക്കുക അല്ലെ. ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് വിളിക്കുക. ആ ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ്. അപ്പോൾ 4th വൺ ആണ് എന്ത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ 4 എന്ന് പറയുന്ന ഓപ്ഷൻ D ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ അല്ലേ. നമ്മൾ നോക്കുന്ന സമയത്ത് 4 കറക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് കറക്റ്റ് പെയർ വരുന്നത് അല്ലേ. അപ്പം നമ്മളുടെ ഓപ്ഷൻ D ആയിരിക്കും നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ D പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഡിസൈൻ എ ഡിവൈസ് ഓർ സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ടു സോൾവ് എ പ്രോബ്ലം ബൈ യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് ഓർ എൻ ഇലക്ട്രോമാഗ്നറ്റ്. ഡ്രോ എ പിക്ചർ ഓഫ് ഇറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് യൂസ്. അതായത് നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റോ അതോ അല്ലെങ്കിൽ വേറൊരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞില്ല. അതിന്റെ പിക്ചർ നമ്മൾ വരയ്ക്കും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് എതിരെ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ് ആ പ്രോബ്ലത്തിൽ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും
ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് ടു സെപ്പറേറ്റ് മെറ്റൽ ഒബ്ജക്ട്സ് ഫ്രം ദ ഗാർബേജ് ഓർ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിലോ അല്ലെങ്കിൽ നമ്മളുടെ ഗാർബേജിലൊക്കെ മെറ്റൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല, അല്ലെങ്കിൽ മെറ്റൽ ഒബ്ജക്ട്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ മോസ്റ്റ്ലി അയൺ ആയിരിക്കും, അതായത് മെറ്റാലിക്, അതായത് മാഗ്നറ്റിനോട് അട്രാക്ഷൻ കാണിക്കുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ മാഗ്നറ്റിക് മെറ്റൽസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റൽസ് നമ്മൾ എന്ത് ചെയ്യണം, വേർതിരിച്ചെടുക്കണം ഗാർബേജിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്, നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു അയൺ നെയിലൊക്കെ വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ കോപ്പർ വയറൊക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഓൾസോ ഷോസ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലേ. കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മാഗ്നറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ സ്ക്രാപ്പ് യാർഡ്സ് അല്ലെ, നമ്മൾ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്ക്രാപ്പ് യാർഡ്സ് ഉണ്ടാവില്ല അല്ലേ, സ്ക്രാപ്പ് ഷോപ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഷോപ്സിലൊക്കെ അവർ യൂസ് ചെയ്യുക വലിയ സ്ക്രാപ്പ് ഗാർബേജ് ഒക്കെ കൊണ്ടുവെക്കുന്ന സ്ക്രാപ്പ് യാർഡ്സിലൊക്കെ അവർ വലിയതായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, അവർ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വലിയ ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റിക് ആണ് അവർ യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, വാട്ടർ ബോഡീസിലേക്കോ അല്ലെങ്കിൽ ഗാർബേജിലേക്കോ അവർ ഇറക്കും. എന്നിട്ട് അവർ അത് പൊന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ക്രെയിനൊക്കെ വെച്ചിട്ട് മാഗ്നറ്റിക് ക്രെയിനൊക്കെ വെച്ചിട്ട് അവർ വലിക്കുന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ, നമ്മുടെ അയൺ ബാർസ് ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താണ് ഉണ്ടാവുന്നത്, ആ സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്ത് നമുക്ക് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. സോ ഇനി 9 വോൾട്ട് ബാറ്ററി, അതുപോലെ തന്നെ കണക്ടർ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻസുലേറ്റഡ് കോപ്പർ വയറും സോഫ്റ്റ് അയൺ നെയിലുമാണ് എന്ത് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് ഈസിലി ഈ ഒരു പ്രോബ്ലം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാഗ്നറ്റിക് റെയിൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് റെയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒരു ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് ഗാർബേജ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അവിടുന്ന് അട്രാക്ട് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു പാർട്ട് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ടു മേക്ക് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്? ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് റിക്വയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ബാറ്ററി, ഒരു കണക്ടർ, ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ, അതുപോലെ തന്നെ സോഫ്റ്റ് അയൺ നെയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഒരു ബാറ്ററി വേണം, ബാറ്ററി, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ, പിന്നെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പർ വയർ വേണം. അതുപോലെ തന്നെ നമുക്ക് എന്തുകൂടി വേണം, നമുക്ക് ബാറ്ററീനെ കണക്ട് ചെയ്യാൻ ഒരു കണക്ടർ വേണം. ബാറ്ററീനെ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്യുന്നത്, കണ്ടക്ടിങ് വയറിലേക്ക് അല്ലെങ്കിൽ കോപ്പർ വയറിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു കണക്ടർ വേണം. അതിനൊപ്പം തന്നെ സോഫ്റ്റ് അയണിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നെയിലും വേണം അല്ലേ, ആണിയും വേണം. ഓക്കെ, അപ്പം സോഫ്റ്റ് അയൺ നെയിലും കൂടി വേണം. ദ ഇലക്ട്രോ മാഗ്നറ്റ്സ് മെയ്ഡ് ബൈ അനു ക്യാൻ ലിഫ്റ്റ് ഓൺലി എ നീഡിൽ. അനു ഉണ്ടാക്കിയ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ട് ഒരു നീഡിലിനെ മാത്രം അല്ലെങ്കിൽ ഒരു പിന്ന് മാത്രം അല്ലേ, ഒരു നീഡിൽ അല്ലെങ്കിൽ ഒരു സൂചി മാത്രമാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. റൈറ്റ് വൺ സജഷൻ ടു ഇംപ്രൂവ് ദ പവർ ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ പവർ കൂട്ടാനുള്ള ഒരു സജഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എത്ര ടേൺസ് കാണാൻ പറ്റും, ഇലക്ട്രോ മാഗ്നറ്റിന്റെ അതിന് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. അതായത് ഇവിടെ ടേൺസ് ഉണ്ടല്ലോ, ഇവിടെ എത്ര ചുറ്റിയിട്ടുള്ളത്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ടേൺസ് ആണ് ഉള്ളത്. ഇത് നമുക്ക് 20 ടേൺസ് ആക്കാം. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമുക്ക് ടേൺസ് കൂട്ടിയാൽ മതി. ടേൺസ് ഓഫ് കോപ്പർ വയറിന്റെ ടേൺസ് കൂട്ടാൻ പറ്റും. ഓക്കെ, കോപ്പർ വയറിന്റെ ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, നമുക്ക് അതിന്റെ പവർ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മളിവിടെ യൂസ് ചെയ്തത് 9 വോൾട്ട് ബാറ്ററിയാണ് അല്ലേ. 9 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമുക്ക് 12 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്യാം, 15 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്യാം. അതിനേക്കാളും കൂടി, അതായത് ഒരുപാട് കറണ്ട് കൊടുക്കുന്ന ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. അപ്പോൾ കറണ്ട് കൂടി കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി കൂടും. അപ്പോൾ നമുക്ക് കറണ്ട് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇൻക്രീസ് ദ നമ്പർ ഓഫ്
ടേൺസ് ഓഫ് കോപ്പർ വയറിൻ്റെ ചുറ്റലുകൾ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത നെയിലിന് സോഫ്റ്റ് അയൺ നെയിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നെയിൽ എന്ന് പറയുന്നത്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നെയിൽ. കാരണം അത് പെട്ടെന്ന് തന്നെ മാഗ്നറ്റ് ആയി മാറും, പെട്ടെന്ന് തന്നെ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലോസ് ആവും ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു സജഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അത് എഴുതി വെക്കാം, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോപ്പർ വയർ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ്, അല്ലെങ്കിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് കറണ്ട്, അല്ലെങ്കിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ബാറ്ററീൻ്റെ എമൗണ്ട് കൂട്ടി കൊടുക്കുക അല്ലെ. നമുക്ക് കൂട്ടി കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കും, അത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിന്റെ പവർ കൂട്ടാൻ പറ്റും. സോ ആ സിറ്റുവേഷൻ ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇനി ദ ഇലക്ട്രോ മാഗ്നറ്റ് മെയ്ഡ് ബൈ വിനൂസ് ഗ്രൂപ്പ് ഈസ് നോട്ട് വർക്കിംഗ്. അതായത് വിനുവിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഇലക്ട്രോ മാഗ്നറ്റ് വർക്കിംഗ് അല്ല. എന്തായിരിക്കും, വാട്ട് could be the reason for this? Write two reasons. എന്തായിരിക്കും രണ്ട് റീസൺസ്? either battery എന്തായിരിക്കും, battery is drained out. ബാറ്ററി എന്തായിരിക്കും, ബാറ്ററിയിലെ ചാർജ് ഉണ്ടാവില്ല. ബാറ്ററിയിൽ ചാർജ് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യോ, കറണ്ട് കൊടുക്കോ ഇല്ല. either the battery is drained out or the copper wire is not connected. പ്രോപ്പർലി, അതായത് പ്രോപ്പറായിട്ട് കോപ്പർ വയർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തത് സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രോ മാഗ്നറ്റിസം നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ നോർമൽ അയണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പവർ കുറവായിരിക്കും. ഓക്കെ, സോ അതൊക്കെ ആയിരിക്കും അതിന് റീസൺ. അപ്പം നമ്മൾ രണ്ട് റീസൺസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കോപ്പർ വയർ ഒന്നെങ്കിൽ കോപ്പർ വയർ നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എയ്തർ ബാറ്ററി ഈസ് ഡ്രെയിൻഡ് ഔട്ട്, ബാറ്ററി തീർന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബാറ്ററിയും കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിന് പവർ കാണാണ്ടിരിക്കുക. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ ആണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ നമ്മളുടെ ലെറ്റ് അസ് സ്ട്രാൻഡ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ലുക്ക് അറ്റ് ദ പിക്ചർ. ഇത് പിക്ചർ തന്നിട്ടുള്ളത് എന്താണ്, നമ്മളുടെ റിബ് കേജിന്റെ പിക്ചർ ആണ് തന്നിട്ടുള്ളത് അല്ലെ. റിബ് കേജിന്റെ വാരിയലിന്റെ കൂടിനെയാണ് അല്ലെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് പാർട്ടിൽ കാണുന്ന റിബ് കേജ് ആണ് അല്ലെ, കൂട് പോലെയുള്ള ഒരു പാർട്ടാണ് എന്താ റിബ് കേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിബ് കേജിന്റെ ഫംഗ്ഷൻ? നമുക്ക് ഓൾറെഡി അറിയാം, ഹാർട്ടിനെയും അതേപോലെ തന്നെ നമ്മളെ ചെസ്റ്റ് റീജിയനിലുള്ള ഹാർട്ട് ആൻഡ് ലങ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. അവരുടെ പ്രൊട്ടക്ഷൻ ആണ് എന്ത്, ഇവരുടെ ഫംഗ്ഷൻ അല്ലെ. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള പാർട്ടാണ് ഹാർട്ടും ലങ്സും എന്ന് പറയുന്നത്. അതിന്റെ രണ്ടിന്റെയും പ്രൊട്ടക്ഷൻ ആണ് ആരുടെ ഫംഗ്ഷൻ, റിബിന്റെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ റിബ് കേജിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യനിലേക്കാണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ബോൺസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി ആൻഡ് വാട്ട് ആർ ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് ദീസ് ബോൺസ്. ഈ ബോൺസിൻ്റെയൊക്കെ ഫംഗ്ഷൻസ്, മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ബോൺ ഏതാണ്, ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത ബോൺ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചുള്ളത്. എ എന്ന് പറഞ്ഞത് നമ്മളുടെ ഈ ഒരു ചെസ്റ്റ് റീജിയനിൽ കാണുന്ന ഒരു സിംഗിൾ ബോൺ ആണ് ചോദിച്ചുള്ളത്. ആ സിംഗിൾ ബോണിന്റെ പേരെന്താണ്, എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്, സ്റ്റേണമാണ്. ഓക്കെ, സ്റ്റേണമാണ് എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത്. ഇനി ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് ഏതാണ്, നമ്മളുടെ കേർവ്ഡ് ആയിട്ടുള്ള ബോൺസ് ആണ് അല്ലെ. ആ കേർവ്ഡ് ആയിട്ടുള്ള ബോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിബ്സ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ റിബ്സ് ആണ് എന്ത്, ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് ദീസ് ബോൺസ്. ഈ ബോൺസിന്റെ മേജർ ഫംഗ്ഷൻസ് എന്താണ്, ടു മേക്ക് റിബ് കേജ് അല്ലെ. റിബ് കേജ് മേക്ക് ചെയ്യാണ് ഇവരുടെ ഫംഗ്ഷൻ. ടു പ്രൊട്ടക്ട് ദ വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ഹാർട്ട് ആൻഡ് ലങ്സിനെയും ഹാർട്ടിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിബ് കേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവരുടെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം, റൈറ്റ് ടു ഫംഗ്ഷൻസ് ഓഫ് ദി ഹ്യൂമൻ സ്കെലറ്റന്റെ ടു ഫങ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് ബോഡി അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ബോഡി അപ്രൈറ്റ് ആയിട്ട്, അതായത് നമ്മൾ നേരക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരാണ്, നമ്മൾ നേരെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു സ്ട്രക്ചറൽ സിസ്റ്റം ആണ് അല്ലെ. ആ സ്ട്രക്ചറൽ സിസ്റ്റം ആണ് എന്ത്, ഹ്യൂമൻ സ്കെലട്ടൺ എന്ന് പറയുന്നത്. അപ്പം ബോഡി അപ്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എന്ത് വേണം, ടു കീപ് ബോഡി അപ്രൈറ്റ്, അതെന്താണ് ഒരു ഫങ്ഷൻ ആണ്. ഇന്നെന്താണ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഫ്രെയിം വർക്ക് ആണ് അല്ലെ, സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഓഫ് അവർ ബോഡി. നമ്മളുടെ
ബോഡിയുടെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്കാണ് എന്ത്, നമ്മളുടെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഓഫ് അവർ ബോഡി. നമ്മളുടെ ബോഡിയുടെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് കൂടിയാണെന്ത്, നമ്മളുടെ ഈ ഒരു ഹ്യൂമൻ സ്കെലറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഫങ്ഷൻസ് അവിടെ എഴുതി വെക്കേണ്ടത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് സി എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ സി പാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. എക്സാമിൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റീസൺ ഫോർ ഇറ്റ്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൊടുത്തിട്ടുള്ളത് ദ സ്കെലട്ടൺ ഓഫ് ബേർഡ്സ് ഇസ് ലൈറ്റ് ഇൻ വെയിറ്റ്. ബേർഡ്സിന്റെ സ്കെലട്ടൺ ലൈറ്റ് ആണ്, വെയിറ്റ് എന്താണ് കുറവാണ്. കാരണം അവരുടെ ബോൺസിന്റെ ഉള്ളിലൊക്കെ എന്താണ്, എയർ ആണ് ഉണ്ടാവുക. കാരണം അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ വെയിറ്റ് മാക്സിമം കുറയ്ക്കണ്ടേ. അപ്പോൾ നമുക്ക് മജ്ജയൊക്കെ ഉണ്ടാവും അല്ലേ, നമുക്ക് മജ്ജയൊക്കെ ഉണ്ടാവും. അവരുടെ ബോണിൻ്റെ ഉള്ളിൽ ബോൺ മാരോസ് ഒക്കെ കുറവായിരിക്കും, അവർക്ക് അതിന് പകരമായിട്ട് അവിടെ എയർ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ. എന്തിനാണ്, അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവരെന്താ, പറക്കുന്ന ജീവികളല്ലേ ബേർഡ്സ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ഇൻ വെയിറ്റ് ആയിട്ടുള്ള ബോൺസ് അവർക്കുള്ളത്. സോ ദ സ്കെലട്ടൺ ഓഫ് ബേർഡ്സ് ഇസ് ലൈറ്റ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു അഡാപ്റ്റേഷൻ ആണ്, അവർക്ക് പറക്കാൻ കഴിവ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ അതെന്താണ്, കറക്റ്റ് ആണ്. ഇതൊക്കെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ദ സ്കെലട്ടൺ ഓഫ് ബേർഡ് ഇസ് ഇൻകംപ്ലീറ്റ് ആണോ, അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പറക്കാൻ സാധിക്കുമോ, ഇല്ല. അപ്പം അവരുടെ ബോൺ സിസ്റ്റം അല്ലെങ്കിൽ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, ഫുള്ളി ഫങ്ഷണൽ ആണ്, അല്ലെങ്കിൽ അവർക്ക് പറക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം നമ്മളെ പോലെ തന്നെ അവർക്കും എന്താണ്, കംപ്ലീറ്റ് ആണ്. ബട്ട് അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ബോണിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ്, അതിൻ്റെ അകത്ത് എയർ സ്പേസ് ആണ് ഉണ്ടാവുക. അപ്പം ദ സ്കെലട്ടൺ ഓഫ് ബേർഡ് ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത് ശരിയാണോ, അല്ല, അതെന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് നോക്കാം. ബൈ എക്സാമിങ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അപ്പം സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ് നമുക്കറിയാം. റീസൺ എന്താണ്, റോങ് ആണ്. സോ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ് ആണോ, സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, ആണോ, അല്ല. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ ഇൻകറക്റ്റ് എന്ന് പറയുന്നുണ്ട്, ശരിയാണോ, അല്ല. റീസൺ മാത്രമാണ് ശരി, അല്ല സോറി, റീസൺ മാത്രമാണ് റോങ്, സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ശരിയാണോ, റീസൺ എന്താണ്, ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണെന്ന് പറയുന്നത് അതെന്താണ്, അത് റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ റീസൺ ആയിട്ട് കൊടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, അത് ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത് 8th ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ചിൽഡ്രൻ ആർ മേക്കിംഗ് സം മോഡൽസ് വിത്ത് ക്ലേ. ചിൽഡ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, മോഡൽസ്, കുറച്ച് ക്ലേ മോഡൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മേക്ക് ചെയ്യുന്നുണ്ട്. they may use various joints in their body to perform this activity. ഈ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി ജോയിൻസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഈ ഒരു ടേബിൾ എന്ത് ചെയ്യാണ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. മിക്സ് ഇൻ ദ ക്ലേ വിത്ത് ഫീറ്റുമായിട്ട് ക്ലേ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ജോയിൻസ് വർക്ക് ചെയ്യും, ഫീറ്റ് അല്ലേ, നമ്മുടെ കാലിൻ്റെ അടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹിപ്പ് ജോയിന്റ് ഉണ്ടാവും അല്ലേ, നമ്മുടെ ഈ നടുവിലുള്ള അല്ലെങ്കിൽ ഹിപ്പ് ജോയിന്റ്, നമ്മളുടെ ഊരയിൽ കാണുന്ന എല്ല് അല്ലേ. അപ്പോൾ ആ എല്ലുകൾ, ആ ജോയിന്റ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതിനാണ് നമ്മൾ ഹിപ്പ് ജോയിന്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഹിപ്പ് ജോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാൽമുട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, കാൽമുട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, നീ ജോയിന്റ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ആംഗിൾ ബോൺസ് അല്ലേ, നമ്മളുടെ കാലിൻ്റെ ഏറ്റവും താഴെയുള്ള മടമ്പ് എന്ന് പറയുന്ന റീജിയൻ, അതാണ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ ജോയിന്റും എന്ത് ചെയ്യും, ആംഗിൾ ജോയിൻസും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മിക്സിങ് ദ ക്ലേ വിത്ത് ഫീറ്റ്, നമ്മൾ കാലുകൊണ്ട് ക്ലേ ഫീറ്റ് അല്ലെങ്കിൽ നമ്മൾ ക്ലേ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ജോയിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്രിങ്ങിങ് ദ ക്ലേ ടു ദ ടേബിളിലേക്ക് നമ്മളൊരു ക്ലേ ഇങ്ങനെ കൊണ്ടുവരാം, ഇങ്ങനെയല്ല കൊണ്ടുവരാം, നമ്മൾ കറക്റ്റായിട്ടല്ല കൊണ്ടുവരാം. അപ്പോൾ കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കൈയിൻ്റെ റിസ്റ്റ് ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ, റിസ്റ്റ് ജോയിന്റ് യൂസ് ചെയ്യും. നമ്മുടെ കൈയിൻ്റെ നമ്മൾ ഈ ഒരു റീജിയൻ നമ്മൾ യൂസ് ചെയ്യില്ല, റിസ്റ്റ് പാർട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ റിസ്റ്റ് ജോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എൽബോ യൂസ് ചെയ്യും, എൽബോ ജോയിന്റ് യൂസ് ചെയ്യും.
അതുപോലെ തന്നെ നമ്മൾ ഏത് റീജിയൻ യൂസ് ചെയ്യും? നമ്മുടെ ഷോൾഡർ റീജിയൻ യൂസ് ചെയ്യില്ല. നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഷോൾഡർ കൂടി വർക്ക് ചെയ്യണം, റൈറ്റ്? അപ്പോൾ ഷോൾഡറൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഷോൾഡർ ജോയിൻറ്റും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. മേക്കിംഗ് ഡിഫറെൻറ്റ് മോഡൽസ്. നമ്മൾ ഒരുപാട് മോഡൽസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫിംഗറാണ് വർക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ ഫിംഗറിൽ കാണുന്ന ജോയിൻസ് ആണ് എന്ത് ചെയ്യുക? ഫിംഗർ ആണ്, അല്ലെങ്കിൽ ഫിംഗർ ജോയിൻസ് ആണ് എന്ത് ചെയ്യുക? അവിടെ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആര് കൂടി ഉണ്ടാവും? നമ്മൾ റിസ്റ്റ് ജോയിൻസ് ഉണ്ടാവും. റിസ്റ്റ് ജോയിൻസും അവിടെ വർക്ക് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ എൽബോ അവിടെ വർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ഷോൾഡർ വർക്ക് ചെയ്യും, എൽബോ ജോയിന്റ് വർക്ക് ചെയ്യും, ഷോൾഡർ ജോയിന്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ജോയിൻസ് ആണ് എന്ത്? നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസിലൊക്കെ കാണാൻ പറ്റുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ജോയിൻസ് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ബി പാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒബ്സർവ് ദ ഇൻഫോർമേഷൻസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഇവിടെ ഈ ഒരു ടേബിളിൽ തന്നുള്ള ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. പൈവോട്ട് ജോയിന്റ്. പൈവോട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്ക് റീജിയനിൽ കാണാൻ പറ്റുന്ന ജോയിന്റ് ആണ് അല്ലേ? പൈവോട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. സോ പൈവോട്ട് ജോയിന്റ് എവിടെയാണ് കാണാൻ പറ്റുക? നെക്കിലാണ് കാണാൻ പറ്റുക. അപ്പോൾ 1C മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നെക്കിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നോട്ടേക്ക് ആക്കാൻ പറ്റും അല്ലേ? നമുക്ക് പിന്നോട്ടേക്ക് വലിക്കാൻ പറ്റും. നമ്മൾ സൈഡ് ടു സൈഡ് ഒക്കെ നോക്കാൻ പറ്റും അല്ലേ? ഈ ഒരു മൂവ്മെന്റ് അല്ലേ നമുക്ക് പോസിബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോണിൽ ഈ ഒരു ടൈപ്പ് മൂവ്മെന്റ് അല്ലേ കാണാൻ പറ്റുക? ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അതർ ബോൺ. അനദർ ബോണിൽ സൈഡ് ടു സൈഡ് ആയിട്ട് മൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും നമുക്ക് ആക്കാൻ പറ്റും അല്ലേ? ഇതല്ലേ നമുക്ക് നെക്ക് റീജിയനിൽ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നെക്ക് റീജിയനിൽ പറ്റുള്ളൂ. അപ്പോൾ 1C3 ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഇനി നമുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഷോൾഡർ അതുപോലെ തന്നെ ഹിപ്പ് ജോയിന്റ് ഒക്കെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും 360 ഡിഗ്രി അല്ലേ? എനി സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ആ ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള ജോയിന്റ് ആണ് എന്ത്? ബോൾ ആൻഡ് സോക്കറ്റ്. ഒരു ബോൾ നമ്മളൊരു സോക്കറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ് എന്ത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അത് എവിടെയാണ് കാണാൻ പറ്റുക? ഷോൾഡറിലും ഹിപ്പ് ജോയിന്റിലൊക്കെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഷോൾഡർ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ. ഇനി മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിക്കാൻ പറ്റില്ലേ? അപ്പോൾ മാക്സിമം ഫ്രീഡം ആയിരിക്കും, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആയിരിക്കും ഷോൾഡർ ജോയിന്റിന് ഉണ്ടാവുക. ഇനി ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിജാഗിരി, നമ്മൾ ഡോറിനൊക്കെ വിജാഗിരി ഉണ്ടാവില്ലേ? ഹിഞ്ച് ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ്? നമുക്ക് തുറയ്ക്കാനും അടയ്ക്കാനും മാത്രമേ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഇങ്ങനെയുള്ള ബെൻഡിങ്ങും സ്ട്രെയിറ്റനിങ്ങും മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. ഒരു ഡിറക്ഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബെൻഡിങ്ങും സ്ട്രെയിറ്റനിങ്ങും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിഞ്ച് ജോയിന്റ് നീയിൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ എൽബോയിലുമാണ് നമുക്ക് കാണാൻ പറ്റുക. സോ നീ മുട്ടുകാലിലും അതുപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ മുട്ടിലുമാണ് കാണാൻ പറ്റുക. സോ നീ ജോയിന്റ് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് വരുന്നത്. അതിൽ ക്യാൻ ബി മൂവ്ഡ് ഇൻ വൺ ഡിറക്ഷൻ. ഒരു ഡിറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഡിറക്ഷനിലല്ലേ? ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും മാത്രം, ഒറ്റ ഡിറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിന് മൂവ്മെന്റ് പോസിബിൾ ആവുന്നുള്ളൂ അല്ലേ? അപ്പോൾ ക്യാൻ മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ, അല്ലെങ്കിൽ വൺ പ്ലെയിനിൽ മാത്രമേ ഇതിന് ഡിറക്ഷൻ എന്ത് ചെയ്യുന്നുള്ളൂ? വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. 1C3 ഏതെങ്കിലും ഉണ്ടോ? 1C3 എന്ന് പറയുന്ന ഓപ്ഷൻ എ തന്നെയാണ് എന്ത്? നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? 1C3 എന്ന് പറയുന്നുണ്ട്. 2A2 എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. അപ്പം ഓപ്ഷൻ എയിൽ ഫസ്റ്റ് വണ്ണും ശരിയാണ്, സെക്കൻഡ് വണ്ണും ശരിയാണ്. ഇനി തേർഡ് വണ്ണും കൂടി നോക്കാം. 3B1 ആണോ? 3B1 എന്നാണ് കൊടുക്കുന്നത്. സോ ഇതായിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ എ ആയിരിക്കും ഈ ക്വസ്റ്റ്യനിൽ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. 1C3, 2A2 ആൻഡ് 3B1 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പാർട്ടിലേക്ക് പോവാം. ഹൗ ക്യാൻ യു കൺസ്ട്രക്ട് എ മോഡൽ ദാറ്റ് വുഡ് ഹെൽപ്പ് ടു എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ഹിഞ്ച് ജോയിന്റ്? അതായത് വിജാഗിരി പോലെയുള്ള ഈ ജോയിന്റിന്റെ ഫംഗ്ഷൻ നമ്മൾ കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു പിക്ചർ വരയ്ക്കണം. നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് 2 വുഡൻ ബ്ലോക്സ് എടുക്കാം അല്ലെ? 2 മരക്കഷ്ണങ്ങൾ എടുക്കാം. അതിന് ഈ സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജാഗിരി ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? വിജാഗിരി ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇവിടേക്ക് അടയ്ക്കാനും പറ്റും, ഇതിനെ ഇവിടേക്ക് തുറക്കാനും പറ്റും. ഇത് രണ്ടും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വിജാഗിരി ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അടയ്ക്കാനും പറ്റും, ഇതിനെ ഇങ്ങോട്ടേക്ക് തുറക്കാനും പറ്റും അല്ലേ?
ഈ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. 2 വുഡൻ പീസും ഒരു വിജാഗിരിയും കുറച്ച് സ്ക്രൂസും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കൈയുടെ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ കൈയുടെ 2 വുഡൻ ബ്ലോക്സിൻ്റെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ പിക്ചർ നിങ്ങൾ വരച്ചാലും എന്താണ്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 വുഡൻ ബ്ലോക്സ് ഒരു വിജാഗിരി വെച്ചിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് ഹിഞ്ച് ജോയിൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ടുള്ള അതിൻ്റെ മൂവ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം 1 പ്ലെയിനിൽ മാത്രമാണ് എന്ത് അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ നിങ്ങൾ വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് പോയി കാണാം. ഇത് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് ഓണം എക്സാമിനെ മുൻനിർത്തി നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ എക്സാം നന്നായിട്ട് എക്സൽ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് പറയാണ്. സോ താങ്ക് യു ഓൾ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.